NCERT പാഠപുസ്തക സമിതി പുനഃസംഘടിപ്പിച്ചു. പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തക സമിതിയിലുള്ളത് ആരൊക്കെയാണെന്ന് അറിയാമോ? 4 RSS ബന്ധമുള്ളവർ. ABVP മുൻ ദേശീയ സെക്രട്ടറി വന്ദന മിശ്ര, ABVP മുൻ ഭാരവാഹി യദുനാഥ് ദേശ്പാണ്ഡെ, ഇവരൊക്കെ സമിതിയിലെ അംഗങ്ങളാണ്. RSSുമായി ബന്ധമുള്ള പ്രശാന്ത് ദിവേകർ, നിവി രമേശ് ചന്ദ്ര ശുക്ല ഇവരും ഇപ്പോൾ പുനഃസംഘടിപ്പിച്ച സമിതിയിലെ അംഗങ്ങളാണ്. +1, +2 ക്ലാസ്സുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങളാണ് 20 അംഗ സമിതി തയ്യാറാക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ ചിന്തകന്മാർ, വിദ്യാഭ്യാസ ചിന്തകന്മാരിൽ ഏറ്റവും ശ്രദ്ധേയരായ, സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകരിൽ ശ്രദ്ധേയനായ സെഫോളജിസ്റ്റ് യോഗേന്ദ്ര യാദവൊക്കെ ഈ പറയുന്ന പാഠപുസ്തക സമിതിയിലുണ്ടായിരുന്നു. JNUവിലെ സോയ ഹസൻ അടക്കമുള്ളവർ, അതേപോലെ സുഹാസ് പഷീൽക്കറിനെ പോലെയുള്ള രാഷ്ട്ര ഗവേഷകരൊക്കെയാണ് ഈ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പാഠപുസ്തകം +1, +2 തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ ആ സ്ഥാനത്തേക്കാണ് RSS ബന്ധമുള്ളവർ കടന്നു വരുന്നത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, +1, +2 ഇനി പൊളിറ്റിക്കൽ സയൻസ് എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് ആവുമോ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. എന്തായാലും ABVP പശ്ചാത്തലമുള്ളവരാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പാഠപുസ്തകത്തിൻ്റെ അരങ്ങിൽ ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്. എന്താകുമെന്ന് കണ്ടറിയണം, അല്ലേ ആദിൽ പാലോട്? ഉറപ്പായും അരുൺകുമാർ, പാഠപുസ്തകം തയ്യാറാക്കുന്ന പുതിയ സമിതിയെ പുനഃസംഘടിപ്പിച്ച് പുതിയ സമിതി നിയോഗിച്ചിരുന്നു. ഇതിൽ 5-1 ഈ RSS ബന്ധമുള്ളവരാണ് എന്ന വാർത്തയാണ്. അതൊരു പക്ഷേ ഞെട്ടിക്കുന്നതാണ്. പുതിയ കാലത്ത് അത്ര ഞെട്ടൽ വരില്ലെങ്കിലും NCERTയുടെ പാഠപുസ്തക സമിതി പുനഃസംഘടിപ്പിച്ചപ്പോഴാണ് RSS ബന്ധമുള്ള ആളുകളെ ഉൾപ്പെടുത്തിയത്. ABVPയുടെ മുൻ ദേശീയ സെക്രട്ടറി വന്ദന മിശ്രയാണ് പ്രധാനപ്പെട്ട ഒരു കക്ഷി. ABVPയുടെ മുൻ ഭാരവാഹി മഹാരാഷ്ട്രയിൽ നിന്നുള്ള യദുനാഥ് ദേശ്പാണ്ഡെ എന്നിവർ സമിതിയിലെ അംഗങ്ങളാണ്. RSSുമായി അടുത്ത ബന്ധം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള പ്രശാന്ത് ദിവേകർ, രവി രമേശ് ചന്ദ്ര ശുക്ല എന്നിവരാണ് പുനഃസംഘടിപ്പിച്ച സമിതിയിലെ അംഗങ്ങൾ. ഇവർ 11, 12 ക്ലാസ്സുകളിലെ പാഠപുസ്തകം തയ്യാറാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വാർത്തയിൽ പറയുന്നത്. 11ാം ക്ലാസ്സിലെ പാഠപുസ്തകം വളരെ വേഗത്തിൽ തയ്യാറാക്കും. 12ാം ക്ലാസ്സിലെ പാഠപുസ്തകം അടുത്ത വർഷത്തേക്കുള്ളത് തയ്യാറാക്കുകയാണ്. ഏതായാലും ഈ രൂപത്തിൽ വലിയ തോതിൽ വിമർശനങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഈ വാർത്ത വന്നതിന് പിന്നാലെ കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് RSSൻ്റെ ഭാഗമായി നിന്നവരെ, ABVP പ്രവർത്തകരായിരുന്നവരെ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പാഠപുസ്തക സമിതിയിലേക്ക് ഉൾപ്പെടുത്തുക എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ RSSൻ്റെയൊക്കെ സിദ്ധാന്തം ഇതിലേക്ക് കടന്നു പോകില്ലേ എന്ന ചോദ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. ഏതായാലും വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന തീരുമാനമാണ് വന്നിട്ടുള്ളത്. NCERTയുടെ പാഠപുസ്തക സമിതിയിൽ ആകെയുള്ള 20 അംഗങ്ങളിൽ 4 പേരും RSSുമായി ബന്ധമുള്ളവരാണ് എന്ന വാർത്തയാണ് വരുന്നത്. നാഷണൽ ബിൽഡിങ്ങിനെ കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കേണ്ടവരാണ്. എങ്ങനെയാണ് ഇനി അത് പാഠപുസ്തകത്തിൽ ഉണ്ടാവുക? അംബേദ്കർ നൽകിയ സംഭാവനകളെ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ സംഘപരിവാർ അനുകൂലികളായ അധ്യാപകർ ചേർന്ന് തയ്യാറാക്കുന്ന പാഠപുസ്തകത്തിൽ ഉണ്ടാവുക? സത്യം പറഞ്ഞാൽ എനിക്ക് ആശങ്കയുണ്ട്.